ചില സമയത്ത് ചോദിക്കണം കിട്ടിയില്ലെങ്കിലും കിട്ടുന്നവരെയോ അതില്ലാത്തത് കൊണ്ടോ ഉണ്ടാകാവുന്ന ദുഃഖങ്ങളുടെ മേൽ കർത്താവ് അഭിഷേകം തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും ദൈവത്തിൽ നിന്ന് നമ്മൾ ഈശോയുടെ പ്രാർത്ഥനയില്ലേ, ഒരു വല്ലാത്ത പ്രാർത്ഥനയാണ്. എന്താണ്? സ്വർഗസ്ഥനായ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അത് ഓപ്പൺ ടു ദി സ്പിരിറ്റാണ്. ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് സ്വയം സമർപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് അതൊരു ആധ്യാത്മിക ലക്ഷ്യം അനോയിൻറ്റിങ് ആണ്. എല്ലാ വിഷയങ്ങളും അത് ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ വിഷയം എന്ന് പറഞ്ഞത്, ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ചെല്ലണമെങ്കിൽ ഒരു മിനിമം അനോയിൻറ്റിങ് ഉള്ളവർക്ക് മാത്രമേ ചെല്ലാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് അക്ഷര ശ്ലോകം പോലെ ഇരിക്കും. വെറുതെ നമുക്ക് 1000 വട്ടം ചെല്ലാവുന്നേ ഉള്ളൂ. സാർ, അതിൻ്റെ ഇൻ കേസ് ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ നമ്മൾ ചോദിക്കണ കാര്യങ്ങൾ അത് നമുക്ക് തന്നെ ഭാവിയിൽ അപകടം ഉണ്ടാകുന്നത് കാരണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സല്ലെങ്കിൽ നമ്മളെങ്ങനെ സർവൈവ് ചെയ്യണത്? ഈ അനോയിൻറ്റിങ് കൊണ്ടാണ് സർവൈവ് ചെയ്യണത്. അഭിഷേകം എന്നാൽ ദൈവ പദ്ധതികളോട് സഹകരിക്കാനുള്ള നമ്മളുടെ മനസ്സിൻ്റെ ഒരു ഒരുക്കമുണ്ട് ദൈവ പദ്ധതികളോട്. ഞാനിടയ്ക്ക് ആസ്തി ഭദ്രത എന്നൊക്കെ പറയും. ആസ്തി ഭദ്രത എന്ന് പറയണത് നമുക്ക് ലഭിക്കുന്ന ഭൗതിക ആനുകൂല്യങ്ങളുടെ ആകത്തുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഹിതം മറിച്ചാണെങ്കിൽ അങ്ങയുടെ നാമം പൂജിതമാക്കണമെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആന്തരിക സന്തോഷമാണ്. ഇപ്പം ഐ കമൺ